ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 51-11 വേദഭാഗം. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് വളരെ പ്രാധാന്യതയുള്ള 2 വസ്തുതകളാണ് ഈ വാക്യം ഓർമ്മപ്പെടുത്തുന്നത്. അതിലൊന്നാമത്തേത്, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. ദൈവിക സാന്നിധ്യത്തിൻ്റെ നടുവിൽ നിന്ന് നമ്മൾ ഒരിക്കലും തള്ളപ്പെടുവാൻ ഇടവരരുത്. ആ സാന്നിധ്യത്തിൻ്റെ നടുവിലായിരിക്കുമ്പോഴാണ് ദൈവിക സംരക്ഷണം അനുഭവിക്കുവാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ കരുത്തിൻ്റെ വിടുതലുകൾ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ സമാധാനത്തോടെ സന്തോഷത്തോടെ ആത്മീയ ജീവിതം നയിക്കുവാൻ കഴിയുന്നത്. എന്നാൽ പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നാം അകന്നു മാറി ഓടാറുണ്ട്. ലോകത്തിൻ്റെ മോഹങ്ങളിലൂടെ പാപത്തിൻ്റെ വഴികളിലൂടെ വഴുതിപ്പോകുന്ന സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ, ദൈവിക സമാധാനം അനുഭവിക്കുവാൻ കഴിയാതെ, സകല പ്രത്യാശയും നഷ്ടപ്പെട്ട് ജീവിതത്തിനകത്ത് ക്ഷീണിതരായി പോകാറുണ്ട്. എന്നാൽ ദൈവ സാന്നിധ്യത്തിലേക്ക് ഒരുവൻ മടങ്ങി വരുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ നഷ്ടങ്ങളെ അവന് നികത്തി കൊടുക്കുകയും ദൈവിക സംരക്ഷണത്തിനകത്ത് ആ സന്തോഷം അനുഭവിക്കുവാൻ ഇടവരുകയും ചെയ്യും. അതുകൊണ്ട് ദൈവ സാന്നിധ്യം വളരെയധികം പ്രാധാന്യതയുള്ളതാണ്. രണ്ടാമതായിട്ട് ഇവിടെ പറയും, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്തളങ്ങളിൽ ദൈവം പകർന്നിരിക്കുന്നത് എന്നേക്കും നമ്മിൽ അധിവസിക്കുവാനാണ്. അത് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നമുക്ക് ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവാണ്. ഏത് വഴിയിലൂടെ മുന്നോട്ട് പോകണം, ദൈവഹിതം എന്താണ്, അത് തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്നത് നമ്മുടെ അകത്തളങ്ങളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ തന്നെ മാനുഷിക നിലകളിൽ നമ്മൾ നിരാശരായി പോകുന്ന സാഹചര്യത്തിൽ കഷ്ടതകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ക്ഷീണിതനായി പോകുമ്പോൾ നമ്മുടെ അകത്തളങ്ങളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മെ ശക്തീകരിക്കുന്നത്, നമ്മെ ബലപ്പെടുത്തുന്നത്, പ്രത്യാശയുള്ളവരാക്കി തീർക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുവാൻ ഞാൻ എന്നെ പൂർണ്ണ ഹൃദയത്തോടെ സമർപ്പിക്കുന്നു. എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ. ആ തങ്കച്ചോരയാൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് ദൈവത്തോട് നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചാൽ, സ്വർഗീയ കർത്താവേ, ആ സാന്നിധ്യത്തിൻ്റെ നടുവിൽ നിന്ന് ഞങ്ങൾ തള്ളപ്പെട്ടു പോകുവാൻ ഇടവരരുത്. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ അകത്തളങ്ങളിലേക്ക് പകർന്നു നൽകി ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണമേ. ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളെ പ്രത്യാശയുള്ളവരാക്കി തീർക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിങ്കൽ തന്നെ. ആമേൻ.